നിലവിൽ വിളവെടുക്കുന്ന പരുത്തി വെളുത്തതും കട്ടിയുള്ളതുമാണ്. 2-3 ദിവസത്തിലൊരിക്കൽ ഞങ്ങൾ വിളവെടുക്കുന്നു. തുടക്കത്തിൽ സസ്യങ്ങൾ നന്നായി വളർന്നില്ല. അവ പൂത്തെങ്കിലും ശരിയായ പയർ രൂപീകരണം നടന്നില്ല. തൽഫലമായി ഞാൻ രാസകീടനാശിനികൾ ഉപയോഗിക്കാൻ തുടങ്ങി. എന്നിരുന്നാലും പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിച്ചില്ല. മുമ്പ് പയർ രൂപപ്പെടുന്നതിൽ പരാജയപ്പെട്ട സസ്യങ്ങൾ ഇപ്പോൾ ധാരാളം പൂക്കൾ ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കൂടാതെ പയർ തന്നെ മികച്ച രീതിയിൽ വളരാൻ തുടങ്ങിയിരിക്കുന്നു. ആശംസകൾ. എന്റെ പേര് ബാലാജി. വിരുദുനഗർ ജില്ലയിലെ മുത്തുരാമലിംഗപുരം ഗ്രാമത്തിൽ നിന്നുള്ളയാളാണ് ഞാൻ. നിലവിൽ ഞാൻ റെസ്റ്റോറന്റ് ബിസിനസ്സിലും കേബിൾ ടെലിവിഷൻ ബിസിനസ്സിലും ഏർപ്പെട്ടിരിക്കുന്നു. ഈ സംരംഭങ്ങൾക്ക് പുറമെ ഞാൻ ചെറിയ തോതിൽ കൃഷിയും ചെയ്യുന്നു. എനിക്ക് ഏകദേശം 1/2 ഏക്കർ ഭൂമിയുണ്ട്. അതിൽ ഞാൻ പരുത്തി കൃഷി ചെയ്തിട്ടുണ്ട്. തമിഴ് മാസമായ പുരട്ടാസിയിലെ അവസാന ശനിയാഴ്ചയാണ് ഞാൻ ഈ പരുത്തി വിള വിതച്ചത്. വിതച്ച് ഇപ്പോൾ 120 ദിവസമായി. തുടക്കത്തിൽ ചെടികൾ നന്നായി വളർന്നില്ല. പൂക്കൾ വിരിഞ്ഞെങ്കിലും ശരിയായ കായ്കൾ രൂപപ്പെട്ടില്ല. തൽഫലമായി ഞാൻ രാസകീടനാശിനികൾ പ്രയോഗിച്ചു. എന്നിരുന്നാലും അവ പ്രതീക്ഷിച്ച ഫലം നൽകിയില്ല. പിന്നീട് ഫേസ്ബുക്കിൽ APKS കമ്പനിയുടെ പരസ്യം കണ്ടതിനുശേഷം ജൈവകൃഷി രീതികൾ പരീക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. അതിനാൽ ഞാൻ അഭിമാൻ എന്ന ഉൽപ്പന്നം വാങ്ങി. മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പമുണ്ടായിരുന്ന സമയത്ത് 200 മില്ലി അഭിമാൻ 12 ലിറ്റർ വെള്ളത്തിൽ കലർത്തി വിളയിൽ തളിച്ചു. അതിനുശേഷം ഓർബിക്സ് എന്ന ഉൽപ്പന്നവും ഞാൻ ഉപയോഗിച്ചു. ഞാൻ അതേ അനുപാതത്തിൽ കലർത്തി തളിച്ചു. ഈ പ്രയോഗം തണ്ട് നീളം കൂട്ടുന്നതിലും സസ്യങ്ങളുടെ മൊത്തത്തിലുള്ള വളർച്ചയിലും ഗണ്യമായി സഹായിച്ചു. 90-ാം ദിവസം FL77 എന്ന ഉൽപ്പന്നം ഉപയോഗിക്കാൻ എനിക്ക് നിർദ്ദേശം ലഭിച്ചു. അതനുസരിച്ച് 12 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച 200 മില്ലി FL77ഉം 100 മില്ലി വേപ്പെണ്ണയും അടങ്ങിയ മിശ്രിതം ഞങ്ങൾ തളിച്ചുവരികയാണ്. മുമ്പ് പരുത്തിക്കായകൾ രൂപപ്പെടുന്നതിൽ പരാജയപ്പെട്ട സസ്യങ്ങൾ ഇപ്പോൾ ധാരാളം പൂക്കൾ ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കൂടാതെ പരുത്തിക്കായകളും ശക്തമായി വളരാൻ തുടങ്ങിയിരിക്കുന്നു. മുമ്പ് രാസകീടനാശിനികൾ ഉപയോഗിച്ച് പരിപോഷിപ്പിച്ച സസ്യങ്ങൾ മുരടിച്ചതും ദുർബലവുമായി കാണപ്പെട്ടു. എന്നിരുന്നാലും ഈ പ്രകൃതിദത്ത രീതിയിലൂടെ വളർത്തിയ സസ്യങ്ങൾ ഇപ്പോൾ തഴച്ചു വളരുകയും പച്ചപ്പ് നിറഞ്ഞതുമാണ്. 2 സെറ്റ് സസ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി കാണാം. നിലവിൽ വിളവെടുത്ത പരുത്തിക്ക് മികച്ച വെളുത്ത നിറവും ഗണ്യമായ ഭാരവുമുണ്ട്. 2-3 ദിവസത്തിലൊരിക്കൽ ഞങ്ങൾ വിളവെടുക്കുന്നു. ഓരോ അവസരത്തിലും ഏകദേശം 1 ക്വിന്റലിന്റെ വിളവ് ഞങ്ങൾക്ക് ലഭിക്കുന്നു. ഇതുവരെ ഞങ്ങൾ ആകെ 6 ക്വിന്റലിന്റെ വിളവ് നേടിയിട്ടുണ്ട്. വിളചക്രത്തിൽ 120 ദിവസം കൂടി ശേഷിക്കുന്നതിനാൽ കൂടുതൽ മികച്ച വിളവ് ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്റെ വ്യക്തിപരമായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രകൃതിദത്ത കൃഷിരീതികൾ മികച്ച ഫലങ്ങൾ നൽകി. അതിനാൽ മറ്റ് കർഷകരെയും ഈ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കാനും നേട്ടങ്ങൾ കൊയ്യാനും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. നന്ദി.